കഥയുടെ തുടക്കത്തിൽ തന്നെ ജങ് ഡോ ഹ്യൂൻ എന്ന ബോക്സിംഗ് ചാമ്പ്യനായ നമ്മുടെ കഥാനായകനെ കാണാം. അപ്പോൾ ഇന്നാണ് അദ്ദേഹം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ടൈറ്റിൽ കരസ്ഥമാക്കിയത്. രാത്രി ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ അമ്മയും സഹോദരിയും ജങ്ങിനെ കാത്തിരിക്കുകയാണ്. അവര് ജങ്ങിനെ വിളിച്ച് വഴക്കു പറയുകയാണ്. എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു, പെട്ടെന്ന് വാ, ദാ വരുന്നു, ഞാൻ എത്താനായി എന്ന് ജങ് മറുപടി കൊടുത്തു. അങ്ങനെ ജങ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ ലൈറ്റ്സ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ജങ്ങിന് മനസ്സിലായി അമ്മയും സഹോദരിയും തന്നെ സർപ്രൈസ് ആക്കി ഞെട്ടിക്കാനുള്ള പ്ലാനിലാണ് എന്ന്. അമ്മേ, ഒളിച്ചു നിന്നത് മതി, എനിക്ക് നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ മനസ്സിലായി. പക്ഷെ അമ്മയും സഹോദരിയും പുറത്തേക്ക് വരുന്നില്ല. ജങ് ഈ സമയം ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞതിനു ശേഷം ജങ് തന്റെ കൈ നോക്കിയപ്പോൾ കയ്യില് രക്തം കാണുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിന്റെ ഹാൻഡില് രക്തമുണ്ട്. ജങ് പെട്ടെന്ന് അമ്മയും സഹോദരിയും അന്വേഷിച്ചിട്ട് മുറിയിലേക്ക് ഓടിയപ്പോൾ കാണുന്ന കാഴ്ച തന്റെ അമ്മയും സഹോദരിയും ക്രൂരമായി മർദ്ദനമേറ്റ് നിലത്ത് കിടക്കുന്നതാണ്. അവര് അവസാനമായി ജങ്ങിനോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവര് രണ്ടുപേരും മരണത്തിന് കീഴടങ്ങി. പെട്ടെന്ന് ഒരുത്തിന് ജങ്ങിന്റെ പിന്നിൽ നിന്ന് വന്ന് കഴുത്തിൽ കയറിട്ട് ജങ്ങിനെ കൊല്ലാനായി ശ്രമിക്കുകയാണ്. 3 മോഷ്ടാക്കളാണ് ജങ്ങിന്റെ വീട്ടില് മോഷണത്തിനായി എത്തിയത്. അവരാണ് ജങ്ങിന്റെ അമ്മയും സഹോദരിയും കൊന്നത്. നമ്മൾക്കറിയാം ജങ് ബോക്സിംഗ് നാഷണൽ ചാമ്പ്യൻ ആണ് എന്ന്. തന്റെ വീട്ടില് മോഷണത്തിനായി കയറിയ 3 പേരും ജങ് വളരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ്. അവന്മാരെ കൊല്ലുമ്പോഴൊക്കെ ജങ്ങിന് അത്രത്തോളം ദേഷ്യമാണ്. കാരണം താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ അമ്മയും സഹോദരിയുമാണ് അവന്മാര് കൊന്നുകളഞ്ഞത്. സെൽഫ് ഡിഫൻസിന് വേണ്ടി കൊന്നതാണെങ്കിൽ കൂടി അത്രയും ക്രൂരമായി ജങ് അവരെ 3 പേരെയും കൊന്നതുകൊണ്ട് തന്നെ ജങ്ങിന് കോടതി ജയിൽ ശിക്ഷ വിധിച്ചു. ഇപ്പോൾ 2 വർഷമായി ജങ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോ ആണ് വു സൂൾ എന്ന ഈ പയ്യൻ. ആരോടും പ്രശ്നത്തിന് പോകാതെ നന്നായി പഠിക്കുന്ന ഒരു പാവം പയ്യനാണ് സോള്. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യണമെന്നാണ് സോളിന്റെ ലക്ഷ്യം. അവരുടെ ക്ലാസ്സിൽ പുതിയ ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തു. അവന്റെ പേരാണ് സിയോക് ചാൻ. അവനെ കണ്ടപ്പോൾ തന്നെ സോളിന് പേടിയായി. കാരണം സോൾ പണ്ട് പഠിച്ച സ്കൂളിൽ നിന്ന് നിരന്തരമായി സിയോക്ക് സോളിനെ റാഗ് ചെയ്യും. അതും അത്രയും ക്രൂരമായിട്ടാണ് സിയോക്ക് സോളിനെ റാഗ് ചെയ്യാറുള്ളത്. അതായത് ഒരിക്കൽ ക്ലാസ് മുറിയിൽ നിന്ന് സിയോക്ക് സോളിനെ വളരെ ക്രൂരമായി മർദ്ദിച്ച് റാഗ് ചെയ്യുകയാണ്. അങ്ങനെ വേദന സഹിക്കാനാവാതെ സോൾ പാൻസിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ സിയോക്ക് തറയിലായ മൂത്രം സോളിനെ കൊണ്ട് തന്നെ അവന്റെ തല കൊണ്ട് വൃത്തിയാക്കിക്കുകയാണ്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് സിയോക്ക് സോളിനെ ഇങ്ങനെ റാഗ് ചെയ്തത്. നാണക്കേട് സഹിക്കാനാവാതെ സോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ ഭാഗ്യത്തിന് സോൾ മരിച്ചിട്ടില്ല. സോ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത സിയോക്കിന് ഇപ്പോഴും പണ്ടത്തെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. അവൻ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബോക്സർ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അവനോട് തർക്കിക്കാനോ എതിർക്കാനോ പോകത്തില്ല. അവൻ എന്താണോ പറയുന്നത് അത് എല്ലാവരും അനുസരിക്കും. സിയോക്ക് ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്ത സമയം വീണ്ടും സോളിനെ റാഗ് ചെയ്യാനായി വന്നു. സിയോക്ക് സോളിന്റെ കഴുത്ത് പിടിച്ച് ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി സിയോക്കിനെ തടയുകയാണ്. അപ്പോൾ സിയോക്ക് ആ പെൺകുട്ടിയുടെ മുഖത്തടിച്ചിട്ട് പറയാണ്, നിന്റെ വിചാരം എന്താണ്, ഞാൻ പെൺകുട്ടികളെ തല്ലത്തില്ലെന്നോ? അതും പറഞ്ഞ് സിയോക്ക് നിർത്താതെ ആ പെൺകുട്ടിയുടെ മുഖത്ത് തല്ലുകയാണ്. അപ്പോൾ സോൾ സിയോക്കിന്റെ കൈ പിടിച്ചു വെച്ചു. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഇനി അവളെ തല്ലരുത്. നീ എന്റെ കൈ തടയാൻ മാത്രമായോ എന്ന് പറഞ്ഞ് സിയോക്ക് സോളിനെ വീണ്ടും വളരെ ക്രൂരമായി മർദ്ദിച്ച് താഴെയിട്ടു. താഴെ വീണ സോളിന് തറയിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടി. സിയോക്ക് വീണ്ടും ആ പെൺകുട്ടിയെ തല്ലാനായി പോകുമ്പോൾ സോൾ തറയിൽ നിന്ന് ആ പെണ്ണെടുത്തിട്ട് എഴുന്നേറ്റ് നിന്നു. ഓഹോ, പെണ്ണൊക്കെ കയ്യിലുണ്ടല്ലോ, എന്തേ നീ അത് വെച്ച് എന്നെ കുത്തിക്കൊല്ലുമോ? അത്രയൊക്കെ നിനക്ക് ധൈര്യമുണ്ടോ? എന്നാ കുത്ത്, ദാ ഇവിടെ കുത്ത് എന്ന് പറഞ്ഞ് സിയോക്ക് ആ പെണ്ണ് കഴുത്തിൽ വെച്ചു. അല്ലെങ്കിൽ വേണ്ട, നീ എന്റെ കണ്ണിൽ കുത്ത് എന്ന് പറഞ്ഞ് സിയോക്ക് പെണ്ണ് കണ്ണിന്റെ അടുത്ത് വെക്കുകയാണ്. സിയോക്കിന് 100% ഉറപ്പാണ് സോൾ ഒരു ധൈര്യമില്ലാത്തവനാണ് എന്ന്. നീ എന്താ നോക്കി നിൽക്കുന്നേ, കുത്തടാ കുത്തടാ അങ്ങനെ പറഞ്ഞ് സിയോക്ക് സോളിനെ കളിയാക്കുകയാണ്. അവസാനം സോൾ ആണെങ്കിലോ സിയോക്കിന്റെ കണ്ണിൽ തന്നെ പെന്നുകൊണ്ട് കുത്തുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കണ്ണിൽ പെന്നുകൊണ്ട് കുത്തേറ്റ സിയോക്ക് നിലത്ത് കിടന്ന് പിടഞ്ഞ് കരയുകയാണ്. അവന്റെ വലതു കണ്ണ് അവന് നഷ്ടമായി. ഇവിടെ കോടതിയിൽ കേസ് നടക്കുകയാണ്. കേസിന്റെ വിധി വന്നു. സെൽഫ് ഡിഫൻസിനാണെങ്കിൽ കൂടി ഒരിക്കലും ഒരു പെന്നുകൊണ്ട് കണ്ണ് കുത്തി പുറത്തെടുക്കാൻ ഒരു വിക്ടിമും തയ്യാറാവത്തില്ല. അതുകൊണ്ട് ഇത് സെൽഫ് ഡിഫൻസ് അല്ല, കൊലപാതക ശ്രമമാണ്. അങ്ങനെ കോടതി സോളിന് ജയിൽ ശിക്ഷ വിധിക്കുകയാണ്. ജയിലിൽ നിന്ന് ആദ്യത്തെ ദിവസം തന്നെ സോളിന് ഒരു സുഹൃത്തിനെ കിട്ടി. അവന്റെ പേരാണ് ഹ്യൂൻ മിൻ. അവന് സോളിനോട് നീ എന്ത് കുറ്റത്തിനാണ് അകത്തായത് എന്ന് ചോദിച്ചപ്പോൾ കൊലപാതക ശ്രമത്തിന് എന്ന് സോൾ മറുപടി കൊടുത്തു. അപ്പോൾ ഹ്യൂൻ മിനിന് പേടിയായി. ഓഹോ, സെയിം ബിച്ച്, ഞാനും കൊലപാതക ശ്രമത്തിനാണ് അകത്തായത് എന്ന് ഹ്യൂമിന് സോളിനോട് പറയുകയാണ്. ലീ എന്ന ഈ ജയിൽ പുലിയെ അത്യാവശ്യം ഒരുപാട് ജയിൽ പുലികൾ
ജയിൽപുള്ളികൾക്ക് പേടിയാണ്, കാരണം അദ്ദേഹം ഒരു ഗാങ്സ്റ്റർ ആണ്. അപ്പോൾ ലീ കിടക്കുന്ന അതേ സെല്ലിലാണ് സോളും ഹ്യൂമിനും കിടക്കുക. ലീ ഹ്യൂമിനോട് നീ എന്ത് കുറ്റത്തിനാണ് അകത്തായത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവൻ സത്യം പറയുകയാണ്. ആക്ച്വലി അവൻ കൊലപാതക ശ്രമത്തിനല്ല അകത്തായത്, മറിച്ച് മോഷണത്തിനാണ് ജയിലിലായത്. നീ എന്നോട് കളവ് പറഞ്ഞതാണല്ലേ എന്ന് സോൾ ഹ്യൂമിനോട് ചോദിക്കുന്നൊക്കെയുണ്ട്. ഇവര് 4 പേരുമാണ് അവരുടെ സെൽമേറ്റ്സ്. അവരങ്ങനെ പുതുതായി ജയിലിൽ വന്ന സോളിനോടും ഹ്യൂമിനോടും ജയിലിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജയിലിലെ പ്രധാന ഗുണ്ടകൾ ആരാണ്, പ്രധാന പ്രശ്നക്കാരാരാണ്, ആരോടൊക്കെ മുട്ടാൻ പാടില്ല, അങ്ങനെ സകല കാര്യങ്ങളും അവര് പറയുന്നുണ്ട്. അവര് പ്രധാനമായി പറഞ്ഞു കൊടുത്തത് ഹാൻ സ്യൂങ് എന്ന ജയിൽ പുള്ളിയെ കുറിച്ചാണ്. അവനെ കാണാൻ ചെറുതാണെങ്കിൽ കൂടി അവന്റെ അടുത്ത് മുട്ടി വിജയിക്കാൻ ഇതുവരെ ജയിലിലെ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. അവനുമായി തല്ലുണ്ടാക്കിയവന്മാരെയൊക്കെ അവന് ഇടിച്ച് പപ്പടമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ജയിലിൽ ഒരാൾ പോലും ഇതുവരെ മുട്ടാനായി പോകാത്ത ഒരേ ഒരു ആള് മാത്രമേ ഉള്ളൂ. അതാണ് ബോക്സിംഗ് നാഷണൽ ചാമ്പ്യനായ ജങ് ഡോ ഹ്യൂൻ. തന്റെ അമ്മയും സഹോദരിയും കൊന്ന 3 കൊലയാളികളെ വളരെ ക്രൂരമായിട്ടാണ് അവൻ കൊന്നത്. ആ കുറ്റത്തിനാണ് അവൻ ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ അവര് സോളിനോട് പറയുന്നുണ്ട്. ഇവിടെ ഹാൻ സ്യോങ് അവരെ ഫുട്ബോൾ കളിക്കാനായി വിളിക്കുകയാണ്. ഫുട്ബോൾ എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന ഫുട്ബോൾ ഒന്നുമല്ല. ഇവര് കളിക്കുന്ന ഫുട്ബോളിൽ ഫൗൾ ഒന്നുമില്ല, ആരെ വേണമെങ്കിലും ഇടിച്ചിടാം. സോ ഹാൻ സ്യോങ് സോളിനെ അവന്റെ ടീമിലേക്ക് കയറ്റി. ബോൾ കിട്ടിയാൽ ഒന്നും നോക്കരുത്, പവർഫുൾ ആയിട്ട് കിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കിക്ക് ചെയ്യും എന്നൊക്കെ ഹാൻ സ്യോങ് സോളിനെ ഭീഷണിപ്പെടുത്തി പറയുന്നുണ്ട്. അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് സോളിന് ബോൾ കിട്ടി. ഹാൻ സ്യോങ് പറഞ്ഞതുപോലെ സോൾ ബോൾ വളരെ പവർഫുൾ ആയിട്ട് കിക്ക് ചെയ്തു. എന്നാൽ ബോൾ കൊണ്ടത് ലീയുടെ ചുക്കാമണിയിലാണ്. ഇനി ലീ സോളിനെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ലീയും സംഘവും സോളിനെ ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നാൽ അവര് സോളിനെ കൊണ്ടുപോകുന്ന സമയം അവരുടെ മുന്നിലെ കൂടി ജങ് നടന്നു വരുന്നുണ്ട്. അത് കണ്ട ഉടനെ ലീക്ക് പേടിയായി. തന്റെ ആൾക്കാരോട് അവനെ ബലം പിടിക്കലേ എന്നൊക്കെ ലീ പേടിച്ച് പറയുകയാണ്. അപ്പോൾ സോളിന് മനസ്സിലായി അവര് ജങ്ങിനെ കണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. തന്നെ രക്ഷിക്കാൻ ഇനി ജങ്ങിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ സോള് പെട്ടെന്ന് ജങ്ങിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പ്ലീസ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ലീയോട് ജങ് അപ്പോൾ ഇവനെ വെറുതെ വിടണമെന്ന് പറയുകയാണ്. അപ്പോൾ ലീ പറയാണ്, അതിന് ഞങ്ങൾ അവനെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാ. ഇവന് നന്നായി പേടിച്ചിട്ടുണ്ട്, നിങ്ങൾ അവനെ സംസാരിക്കാൻ വേണ്ടിയല്ല കൊണ്ടുപോകുന്നത് എന്ന് എനിക്കറിയാം. അങ്ങനെ ജങ് സോളിനോട് തന്റെ കൂടെ വന്നു എന്ന് പറയുകയാണ്. ജങ് സോളിനും കൂട്ടി നടന്നു പോകുമ്പോൾ ലീ ഒച്ചത്തിൽ ജങ്ങിനെ അപമാനിക്കുകയാണ്. നിന്റെ വിചാരം എന്താണ്? നീ വലിയ നാഷണൽ ചാമ്പ്യൻ ആണെന്നോ? നീ ചാമ്പ്യൻ ഒന്നുമല്ല, നീ വെറും കൊലയാളിയാണ്. അവനെ രക്ഷിച്ച് നീ വലിയ നന്മ മരം ചമയാനൊന്നും നോക്കേണ്ട. എത്ര നന്മ നീ ചെയ്താലും അവസാനം നീ വെറും ഒരു കൊലയാളിയാണ് എന്നൊക്കെയാണ് ലീ ജങ്ങിനോട് പറയുന്നത്. അതും പറഞ്ഞ് ലീ ജങ്ങിനെ തല്ലാനായി വന്നു. എന്നാൽ അവന്റെ ഒരു ഇടി പോലും ജങ്ങിന് കൊള്ളുന്നില്ല. അവസാനം ഒരൊറ്റ പഞ്ചില് ജങ് ലീയെ താഴെയിട്ടു. ഇത് കണ്ടപ്പോൾ സോൾ ശരിക്കും ഷോക്കായി. ഇവിടെ ഒരു ദിവസം സോളിനെ ജയിലിൽ കാണാനായി ഒരു വിസിറ്റർ വന്നു. എന്നാൽ തന്നെ ആരാണ് കാണാൻ വന്നത് എന്നൊന്നും സോളിന് അറിയത്തില്ല. അപ്പോൾ അത് വേറെ ആരുമല്ല, സോൾ പെന്നുകൊണ്ട് കണ്ണിൽ കുത്തി കണ്ണു പുറത്തെടുത്ത സിയോക്കാണ്. സിയോക്ക് സോളിനോട് പറയണം, നീ കാരണം എനിക്ക് നഷ്ടമായത് എന്റെ ഒരു കണ്ണ് മാത്രമല്ല, എന്റെ ബോക്സിംഗ് കരിയർ, എന്റെ പഠിത്തം എല്ലാം എനിക്ക് നഷ്ടമായി. എന്റെ കണ്ണിന്റെ ചികിത്സക്കായി വലിയ തുക നഷ്ടമായി. കണ്ണിലെ പ്ലാസ്റ്റർ അയച്ചിട്ട് തന്റെ കണ്ണിന്റെ അവസ്ഥ അവന് സോളിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നിന്നെ അനുഭവിപ്പിക്കുക, നിന്നെ വേദനിപ്പിക്കുക. നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് സിയോക്ക് സോളിനെ ഭീഷണിപ്പെടുത്തി പോകുമ്പോൾ സോൾ അവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്ലീസ് എനിക്ക് അറിയാതെ പറ്റിയതാണ്, എന്നോട് മാപ്പാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ സിയോക്ക് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ഇവിടെ സോളിനെ കാണാനായി ലീ വന്നു. എന്നാൽ അവിടെ ജയിലസ് ഉള്ളത് കൊണ്ട് ലീക്ക് സോളിനെ ഒന്നും ചെയ്യാനാവത്തില്ല. നിന്നെ ഞാൻ എടുത്തോളാം എന്ന് ലീ സോളിനെ ഭീഷണിപ്പെടുത്തി പോയി. സോളിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജയിലിന്റെ പുറത്ത് സിയോക്ക് തന്നോട് പ്രതികാരം ചെയ്യാനായി കാത്തിരിക്കുന്നു. ജയിലിന്റെ അകത്താണെങ്കിലോ ലീ തന്നോട് പ്രതികാരം ചെയ്യാനായി കാത്തിരിക്കുന്നു. സോൾ അവിടെയുള്ള ജനാലിലെ കൂടി നോക്കിയപ്പോൾ കാണുന്നത് ജങ് ഗ്രൗണ്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ സോൾ ജങ്ങിനെ കാണാനായി ചെന്നു. തന്നെ രക്ഷിച്ചതിന് സോൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി സോളിന് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ സോളിന് മടിയാണ്. അടുത്ത ദിവസം വീണ്ടും ജങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ജങ്ങിനെ കാണാനായി സോൾ വന്നു. ഇന്നും തനിക്ക് പറയാനുള്ള കാര്യം ജങ്ങിനോട് സോളിന്
പറയാനേ സാധിച്ചിട്ടില്ല. അന്ന് രാത്രി സോൾ ഉറങ്ങാൻ കിടന്നപ്പോൾ സോളിന് ഉറക്കം കിട്ടുന്നേയില്ല. അവന്റെ മനസ്സിൽ മുഴുവനും തന്നോട് പകയും വെച്ച് നടക്കുന്ന സിയോക്കിന്റെയും ലിയുടെയും മുഖമാണ്. അടുത്ത ദിവസം വീണ്ടും ജങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ സോൾ ജങ്ങിനെ കാണാൻ ചെന്നു. പക്ഷെ അദ്ദേഹത്തോട് തനിക്ക് പറയാനുള്ള കാര്യം സോളിന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം ജോഗ് ചെയ്യുമ്പോൾ സോളും പിന്നാലെ ഓടുകയാണ്. ഞാൻ കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ജങ് സോളിനോട് ചോദിച്ചു. അങ്ങനെ സോൾ അത് തുറന്നു പറയുകയാണ്. അതായത് എനിക്കും താങ്കളെ പോലെ ആവണം, എനിക്കും സ്ട്രോങ് ആവണം, എനിക്ക് ബോക്സിംഗ് പഠിക്കണം, താങ്കൾ എന്നെ ബോക്സിംഗ് പഠിപ്പിക്കാമോ? എന്നാൽ ജങ് സോളിനെ പഠിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. നിനക്ക് ബോക്സിംഗ് പഠിച്ചിട്ട് എന്തിനാണ്? പുറത്തിറങ്ങിയിട്ട് ആളുകളെ കൊല്ലാനാണോ, അതോ ലിയോട് പ്രതികാരം ചെയ്യാനാണോ? ഞാൻ നിന്നെ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ജങ് ഓടനെ തുടങ്ങിയപ്പോൾ സോൾ വീണ്ടും ജങ്ങിന്റെ പിന്നാലെ ഓടുകയാണ്. എന്നിട്ട് സോളിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സോൾ പറയുന്നുണ്ട്. അതേപോലെ ഞാൻ ബോക്സിംഗ് പഠിക്കണമെന്ന ആഗ്രഹവുമായി താങ്കളുടെ അടുത്ത് വന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല, എന്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ജങ് സോളിനോട് പറയാണ്, ശരി, ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം, എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എന്റെ കൂടെ 100 റൗണ്ട് ഓടണം. അത് നീ കംപ്ലീറ്റ് ചെയ്താൽ നാളെ മുതൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം. അങ്ങനെ ജങ്ങിന്റെ കൂടെ 100 റൗണ്ട് ഓടാനായിട്ട് സോൾ ആരംഭിച്ചു. 100 റൗണ്ട് എന്ന് പറയുന്നത് സോളിന് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ജങ് ഓൾറെഡി 100 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. സോൾ ആണെങ്കിലോ ഇപ്പോഴും 40ാമത്തെ റൗണ്ടിലുണ്ടത്രേ. ഇപ്പോൾ തന്നെ സോൾ തളർന്ന അവശനായിട്ടുണ്ട്. നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ വിട്ടേക്ക് എന്നൊക്കെ ജങ് സോളിനോട് പറയുന്നുണ്ട്. എന്നാൽ പിന്മാറാൻ സോൾ തയ്യാറല്ല. ഓരോ റൗണ്ടും ഓടുമ്പോഴും സോൾ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവസാനം ഒരു അടി പോലും മുന്നോട്ട് വെക്കാനാവാതെ സോൾ താഴെ വീണു. താഴെ വീണെടുത്തുനിന്ന് സോൾ താൻ ആത്മഹത്യക്ക് ശ്രമിച്ച ആ ദിവസം ഓർക്കുകയാണ്. പിന്മാറുന്നതിനേക്കാൾ നല്ലത് ചാവുന്നതാണ് എന്ന് മനസ്സിലാക്കിയ സോൾ വീണ്ടും എഴുന്നേറ്റ് ഓടനെ ആരംഭിച്ചു. ഇത് കണ്ട് ജങ് ശരിക്കും ഇംപ്രസ്ഡ് ആയി. അവസാനം സോൾ 100 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അവന് ബോധം കെട്ടി വീഴുകയും ചെയ്തു. മച്ചാമാരെ, എനിക്ക് നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പ് വേണം. നമ്മുടെ വീഡിയോസ് കാണുന്ന വെറും 10% ആളുകൾ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുള്ളൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ജങ് ഒരു നാഷണൽ ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ ജയിലിൽ ജങ്ങിന് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാർഡനോട് ജങ് ഒരു സഹായം ആവശ്യപ്പെട്ടു. ഇവിടെ സോളിന്റെ സെല്ലിലേക്ക് ഒരു ജയിലർ വന്നു. എന്നിട്ട് അദ്ദേഹം സോളിനോട് സാധനങ്ങളൊക്കെ എടുത്ത് എന്റെ കൂടെ വരാനായി പറയുകയാണ്. അതായത് സോളിന്റെ സെല്ല് മാറുകയാണ്. വേറെ എവിടത്തേക്കുമല്ല, ജങ് തനിച്ചു നിൽക്കുന്ന സെല്ലിലേക്കാണ് സോളിനെ മാറ്റിയത്. അപ്പോൾ അതായിരുന്നു ജങ് വാർഡനോട് ആവശ്യപ്പെട്ട സഹായം. ഇന്ന് മുതൽ ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങാം. ആദ്യം നീ നിന്നെ കൊണ്ട് പറ്റുന്നത്ര പുഷപ്സ് എടുക്കുക. അപ്പോൾ സോൾ പുഷപ്സ് എടുക്കുകയാണ്. എന്നാൽ ഒരു പുഷപ്പ് പോലും സോളിന് മര്യാദക്ക് ചെയ്യാൻ കഴിയുന്നില്ല. രാത്രി ജങ് സോളിനോട് പുള്ളപ്സ് എടുക്കാനായി പറയുകയാണ്. പുള്ളപ്സ് എടുക്കാനും സോളിന് പറ്റുന്നില്ല. അത്ഭുതത്തോടെ സോളിനോട് ജങ് ചോദിക്കാണ്, ഈ ശരീരം വെച്ചാണോ നീ 100 റൗണ്ട് ഓടിയത്? നിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ സമ്മതിച്ചു. ശരി, നമ്മൾക്കെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാം. സോൾ പുള്ളപ്സ് എടുക്കുന്ന സമയം സോളിനോട് ജങ് ഒരു ട്രിക്ക് പറയുകയാണ്. നീ വർക്കൗട്ട് ചെയ്യുകയാണ് എന്ന് കരുതി പുള്ളപ്സ് എടുക്കരുത്. പകരം നീ ഒരു കൊക്കയിൽ നിന്ന് താഴെ വീണ് ചാവാനായി പോവുകയാണ്. നിനക്ക് അതിജീവിക്കണമെങ്കിൽ പിടിച്ചു കയറിയേ മതിയാവും. അങ്ങനെ വിചാരിച്ച് വേണം നീ പുള്ളപ്സ് എടുക്കാൻ. പിന്നീട് നമ്മൾ കാണുന്നത് ജങ് അതികഠിനമായി സോളിനെ പരിശീലിപ്പിക്കുന്നതാണ്. പരിശീലനം മാത്രമല്ല, ഡയറ്റിലും ജങ് നല്ല സ്ട്രിക്റ്റ് ആണ്. ഓരോ ട്രെയിനിങ്ങിലും ജങ് സോളിനോട് ഓരോ ട്രിക്സ് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സോൾ മെല്ലെ മെല്ലെ സ്ട്രോങ് ആയി മാറുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം. ഒരു പുള്ളപ്പ് പോലും എടുക്കാൻ പറ്റാത്ത സോളിനെ കൊണ്ട് ജങ് 1000 പുള്ളപ്സ് വരെ എടുപ്പിച്ചു. ജങ്ങിന്റെ വെറും ഒരു ശിഷ്യൻ മാത്രമല്ല സോൾ, അവര് നല്ല സുഹൃത്തുക്കളുമായി. അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദുരന്തങ്ങളും എല്ലാം അവര് രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു സാഡ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ജങ് ഇനി വളരെ കുറച്ച് ആഴ്ചകൾ മാത്രമേ ഈ ജയിലിൽ ഉണ്ടാവത്തുള്ളൂ. അവനെ മറ്റൊരു ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സോളിന്റെ സുഹൃത്തായ ഹ്യൂൻമിനെ ലിയുടെ ആൾക്കാർ വെറുതെ ഒരു കാര്യവുമില്ലാതെ തല്ലുകയാണ്. അവരവനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ്. അപ്പോൾ തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി സോൾ ഓടിയെത്തി. അവന്മാരുടെ കണ്ണിൽ സോൾ ഇപ്പോഴും പഴയ പേടിത്തൂറി പയ്യനാണ്. അവന്മാര് സോളിനെ തല്ലാനായി ശ്രമിച്ചപ്പോൾ അതിലെ ഒരുത്തനെ ഒറ്റൊരിടിയിൽ സോൾ താഴെയിട്ടു. ഇത് കണ്ട് ഷോക്കായിട്ട് മറ്റവൻ ഒറ്റ നൃത്തമാണ്. സോൾ തന്നെ സുഹൃത്തിനെ രക്ഷിച്ചു കൊണ്ടുപോയി. അപ്പോൾ തന്റെ ആളെ ആ നിസാരക്കാരനായ പയ്യൻ തല്ലിയെന്നറിഞ്ഞപ്പോൾ അത് ലീക്ക് വിശ്വസിക്കാനാവുന്നില്ല. നാണമില്ലേ നിനക്ക്? ആ പീക്കിരി പയ്യനെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിച്ചിട്ട് വന്നേക്കുന്നു. അവനെ വിളിച്ചിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുപോയെന്നും ലീ അവന്മാരോട് പറയുകയാണ്. അടുത്ത ദിവസം സോളിനെ വിളിക്കാനായി അവര് വന്നു.
സോൾ അവരുടെ കൂടെ പോവുകയും ചെയ്തു. ലീ സോളിനെ കണ്ടപ്പോൾ തന്നെ പറയാണ്, നീ വലിയ ആളായി പോയല്ലോ, ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ടായ പയ്യനാ? ബൈ ദ വേ, നീ എന്റെ പിള്ളേരെ തല്ലിയെന്ന് കേട്ടല്ലോ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ സോള് പറയാണ്, എന്നോട് ക്ഷമിക്കണം, എന്റെ സുഹൃത്തിന് അവര് തല്ലുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഓഹോ, അപ്പോൾ തല്ലിയാൽ നീ തിരിച്ചു പ്രതികരിക്കുമോ എന്ന് ചോദിച്ച് ലീ സോളിനെ തല്ലാനായി ശ്രമിച്ചു. എന്നാൽ വളരെ നിസ്സാരമായിട്ട് സോൾ അത് ബ്ലോക്ക് ചെയ്തു. അത് കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ ജയിൽ പുള്ളികളും ഷോക്കായി. ലീക്ക് നാണക്കേടുമായി. ലീ അങ്ങനെ സോളുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീ വളരെ അധികം അഗ്രസീവ് ആയിട്ടാണ് സോളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ സോൾ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ബ്ലോക്ക് ചെയ്യുന്നതിലും ഡിഫെൻഡ് ചെയ്യുന്നതിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അവസാനം നമ്മുടെ സോൾ തല്ലുകൊണ്ട് അവശനായി നിലത്ത് വീണത് കാണാം. പക്ഷെ നിലത്ത് വീണ സോളിന് ഒരു കാര്യം മനസ്സിലായി. താൻ പരാജയം സമ്മതിച്ച് നിലത്ത് കിടന്നാൽ അവന്മാര് വീണ്ടും തന്റെ മെക്കിട്ട് കയറും. അങ്ങനെ സോള് എഴുന്നേറ്റു ഫൈറ്റ് ചെയ്യാനായി. പിന്നീട് സോള് ലീയുടെ മോന്തക്കിട്ട് നിർത്താതെ പഞ്ച് ചെയ്യുകയാണ്. നിലത്ത് വീണ് കിടക്കുന്ന ലീയുടെ ദേഹത്ത് കയറിയിട്ടും സോൾ നിർത്താതെ പഞ്ച് ചെയ്യുന്നുണ്ട്. അവസാനം പെട്ടെന്ന് ആരോ വന്ന് സോളിന്റെ കൈ പിടിച്ചു വെച്ചു. അത് വേറെ ആരുമല്ല, ജങ് ആണ്. അദ്ദേഹം എന്നിട്ട് സോളിനെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഗൈസ്, നമ്മുടെ വില്ലനായ സിയോക്കിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? അവൻ ഇപ്പോൾ നഷ്ടപ്പെട്ട കണ്ണില് ഫേക്ക് ആയിട്ടുള്ള പ്രോസ്തെറ്റിക് ഐ വെച്ചിട്ടുണ്ട്. അതേപോലെ പഠനമൊക്കെ അവസാനിപ്പിച്ച സിയോക്ക് ഇപ്പോൾ നാട്ടിലെ വലിയ ഒരു ഗാങ്സ്റ്ററായി മാറി. അവൻ ഒരുപാട് വയലൻസ് ആണ് നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ബോക്സർ ആയതുകൊണ്ട് തന്നെ അവനുമായി മുട്ടി നിൽക്കാൻ മറ്റു ഗാങ്സ്റ്റേഴ്സിനൊന്നും പറ്റുന്നുമില്ല. ഇവിടെ നമ്മുടെ സോളും ട്രെയിനിങ് നിർത്തിയിട്ടൊന്നുമില്ല. ദിവസവും ജങ് സോളിനെ പരിശീലിപ്പിക്കും. പക്ഷെ സാഡ് ആയിട്ടുള്ള കാര്യം, ഇന്നായിരിക്കും ജങ് സോളിനെ ട്രെയിൻ ചെയ്യുന്ന അവസാന ദിവസം. കാരണം ജങ് ഇന്ന് ഈ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അദ്ദേഹം പോകുമ്പോൾ സോളിനോട് പറയുന്നുണ്ട്, നീ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നീ ഒരുപാട് കാര്യങ്ങളാണ് പഠിച്ചെടുത്തത്. നിന്റെ ഉള്ളിൽ നല്ല കഴിവുണ്ട്. നിനക്ക് എന്തും നേരിടാനുള്ള ശക്തിയുണ്ട്. ഒരിക്കലും നീ ഇത് അവസാനിപ്പിക്കരുത്. മരണം വരെ നീ പോരാടണം. അതും പറഞ്ഞു ജങ് തന്റെ സുഹൃത്തും ശിഷ്യനുമായ സോളിനോട് യാത്ര പറയുകയാണ്. അദ്ദേഹം പോയതിനു ശേഷം സോൾ വളരെയധികം സങ്കടത്തിലായി, അഥവാ ഒറ്റപ്പെട്ട പോലെ. പക്ഷെ അദ്ദേഹം പഠിച്ച പാഠങ്ങളൊന്നും സോൾ മറന്നിട്ടില്ല. ദിവസവും സോള് തനിച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടേ നിന്നു. സോ ഇവിടെ ഒരു ദിവസം സോളിനോട് സംസാരിക്കാനായി ഹാൻ സിയോങ് വന്നു. അവന് സോളിനെ ഫൈറ്റ് ചെയ്യാൻ വെല്ലുവിളിക്കാനാണ് വന്നത്. എന്നാൽ എനിക്ക് ഫൈറ്റിന് താല്പര്യമില്ല എന്ന് സോൾ മറുപടി കൊടുത്തു. അപ്പോൾ ഹാൻ സിയോങ് പറയാണ്, നീ ഫൈറ്റിൽ ജയിച്ചാല് നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. ഉറപ്പാണോ? നീ നിന്റെ വാക്കു പാലിക്കുമോ എന്നൊക്കെ സോൾ ചോദിച്ചു. സോൾ ഹാൻ സിയോങ്ങിനോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, ഞാൻ ഫൈറ്റിൽ വിജയിച്ചാൽ നീ ഇനി ഒരിക്കലും ഈ ജയിലിൽ നിന്നും ആരെയും തല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല. എല്ലാവരോടും നീ സ്നേഹത്തോടെ പെരുമാറണം. എനിക്ക് സമ്മതമാണ് എന്ന് ഹാൻ സ്യൂങ് പറഞ്ഞു. സോ അടുത്ത ദിവസം, അപ്പോൾ ഇന്നാണ് സോളും അതേപോലെ ഹാൻ സ്യൂങ്ങും ഫൈറ്റ് ചെയ്യാനായി പോകുന്നത്. ഹാൻ സ്യൂങ്ങും മറ്റു ജയിൽ പുള്ളികൾ എല്ലാവരും സോളിനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ സോൾ ഇതുവരെ വന്നിട്ടില്ല. കാരണം സോളിനെ ജയിലിൽ കാണുന്ന ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്. ആൻഡ് ആ വിസിറ്റർ വേറെ ആരുമല്ല, സിയോക്കാണ്. നിന്റെ ജയിൽ ശിക്ഷ അവസാനിക്കാൻ ഇനി ആകെ കുറച്ച് ആഴ്ചകൾ കൂടിയേ ബാക്കിയുള്ളൂ അല്ലെ? ഞാൻ നിന്നെ പുറത്ത് കാത്തിരിക്കുകയാണ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് നിന്നെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സിയോക്ക് സോളിനോട് പറയുകയാണ്. എന്നാൽ അതിനൊന്നും സോൾ മറുപടി കൊടുത്തിട്ടില്ല. വളരെ ബോൾഡായിട്ട് പേടിയൊന്നുമില്ലാതെ എന്തും നേരിടാൻ തയ്യാറാണ് എന്ന ഭാവത്തിലാണ് സോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഹാൻസിങ്ങുമായി ഫൈറ്റ് ചെയ്യാൻ സോൾ എത്തി. ഫൈറ്റ് ആരംഭിക്കുന്നതിന് മുൻപും സോൾ ഹാൻസിങ്ങിനോട് നീ നിന്റെ വാക്ക് പാലിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായും പാലിച്ചിരിക്കുമെന്ന് അവൻ മറുപടി കൊടുക്കുകയും അതേസമയം അവര് തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുകയും ചെയ്തു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ഹാൻസിങ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൈറ്റർ ആണ് എന്ന്. അങ്ങനെ ഈ ഫൈറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനം നമ്മുടെ സോളിനെ ഒരുപാട് ഇടിച്ചു കൂട്ടിയിട്ട് അവനെ വീഴ്ത്തുകയാണ്. അതായത് ഹാൻസിങ് വിജയം ഉറപ്പിച്ച മട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ ഇടികൊണ്ട് അവശനായ സോൾ വീണ്ടും എഴുന്നേറ്റു. പിന്നീട് അവന്റെ മികച്ച ഒരു തിരിച്ചുവരവാണ്. ഹാൻസിങ് എന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൈറ്ററിനെ സോൾ പരാജയപ്പെടുത്തുകയാണ്. സോൾ ഫൈറ്റിൽ വിജയിച്ചത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അത്രയും മികച്ച ഒരു പ്രകടനം തന്നെയാണ് സോൾ കാഴ്ചവെച്ചത്. ഇനി പരാജയപ്പെട്ട ഹാൻസിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ അവന്റെ വാക്ക് പാലിച്ചു. അവൻ ഇനി ഒരിക്കലും തല്ലുകൂടുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ ചെയ്യത്തില്ല. അതേപോലെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനോട് സംസാരിക്കാനായി സോൾ ചെന്നു. അവര് കഴിഞ്ഞതൊക്കെ മറന്ന് സുഹൃത്തുക്കളാവുകയും ചെയ്തു. അതായത് ഇപ്പോൾ ആ ജയിലിൽ പണ്ടത്തെ പോലെ അടിയും പിടിയൊന്നുമില്ല. അവരൊക്കെ സമാധാനത്തോടെ ജീവിക്കും
ജീവിക്കാൻ ആരംഭിച്ചു. അതിന്റെയൊക്കെ കാരണക്കാരൻ വേറെ ആരുമല്ല, നമ്മുടെ സോൾ തന്നെയാണ്. ഇനി ഇന്നാണ് നമ്മുടെ കഥാനായകന്റെ ജയിലിലെ അവസാനത്തെ ദിവസം. ഇന്ന് സോൾ ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനാവും. ജയിലിൽ നിന്ന് റിലീസ് ആവുന്ന ദിവസം സോൾ തന്റെ ജീവിതം മാറ്റിമറിച്ച ആ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ജങ്ങുമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഓർക്കുകയാണ്. അതേപോലെ ജങ്ങിന്റെ കൂടെയുള്ള സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ സോൾ ഇവിടെ ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സോളിന് ശരിക്കും മിസ്സാവുന്നുണ്ട്. ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. സോള് ജയിലിൽ നിന്ന് റിലീസായി തന്റെ നാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ സോളിനെ കാണാനേ അഥവാ കണക്കുകൾ തീർക്കാനായി അവിടെ സിയോക് എത്തുകയാണ്. അവനോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് സോളിന് നന്നായി അറിയാം. അതുകൊണ്ട് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായി സോൾ തയ്യാറായി. അങ്ങനെ അവര് തമ്മിലുള്ള എല്ലാവരും കാത്തിരുന്ന ആ ഫൈറ്റ് ആരംഭിച്ചു. ഇനി ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോളിനോട് സിയോക്ക് ഒരു ദയവും കാണിക്കുന്നില്ല. അത്രയും ക്രൂരമായിട്ടാണ് അവനെ തല്ലുന്നത്. സോൾ ഏകദേശം പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. സോൾ ഇടികൊണ്ട് താഴെ വീണ് ഒരുപാട് രക്തമൊക്കെ പോകുന്നത് കാണാം. ഈ സമയം സോൾ ജങ് തന്നോട് പോകുമ്പോൾ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അതായത് ഒരിക്കലും നീ ഇത് അവസാനിപ്പിക്കരുത്, മരണം വരെ നീ പോരാടണമെന്ന്. അങ്ങനെ ഫൈനലി സോൾ തന്നെ ചെറുപ്പം മുതലേ റാഗ് ചെയ്ത് ഉപദ്രവിച്ച സിയോക്കിനെ തിരിച്ചടിക്കുകയാണ്. അതൊരു ഗംഭീര ഫൈറ്റ് ആണ്. അവസാനം സോൾ സിയോക്കിനെ അടിച്ചു വീഴ്ത്തുകയാണ്. സിയോക്കിനെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതായത് ആ ഫൈറ്റിൽ സിയോക്കിനെ പരാജയപ്പെടുത്തി സോൾ വിജയിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ സോൾ ജയിലിൽ ജങ്ങിനെ വിസിറ്റ് ചെയ്യുകയാണ്. സോളിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. സോൾ ജങ്ങിനോട് തനിക്ക് തന്നെ ജീവിതം തിരിച്ചു തന്നതിൽ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. ശേഷം അവര് രണ്ടുപേരും അവരുടെ ഒരുപാട് ഓർമ്മകളെ കുറിച്ചും നല്ല നിമിഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. താങ്കൾ റിലീസ് ആവാനായി ഞാൻ കാത്തിരിക്കുകയാണ് എന്നും സോൾ ജങ്ങിനോട് പറയുന്നുണ്ട്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.